ഭാരതീയ ജനതാ പാർട്ടി സൂചിപ്പിച്ചത് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഇതൊരു കുറുവാ സംഘമാണ്. കേരളത്തിലെ CPM-ഉം കോൺഗ്രസും ഒരുമിച്ച് ചേർന്നുകൊണ്ട് കേരളത്തിലെ സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ, ക്ഷേത്ര സ്വത്തുക്കൾ തട്ടിയെടുക്കാനുള്ള ഒരു വലിയ ഗൂഢാലോചനയാണ് ഇതിന് പുറകിലുള്ളത്. ഇന്നലെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ചോദിച്ചു SIT-യോട്, നിങ്ങൾ എന്താ കുറ്റപത്രം സമർപ്പിക്കാൻ വൈകുന്നത്? കുറ്റപത്രം സമർപ്പിക്കാൻ വൈകുന്നതുകൊണ്ട് പ്രതികളെല്ലാവരും ജാമ്യം കിട്ടി പോവുകയാണ്. 90 ദിവസം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള ജാമ്യം കിട്ടിയാണ് മുരാരി ബാബു പുറത്തിറങ്ങിയത്. ഇനി അടുത്ത കേസ് വിളിക്കുമ്പോ ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തിറങ്ങും. ഇപ്പൊ തന്നെ ഓൾറെഡി ഒരു കേസിൽ അദ്ദേഹത്തിന് ജാമ്യം കിട്ടി. എന്തുകൊണ്ടാണ്? 30 ദിവസം കൊണ്ട് അന്വേഷണം പൂർത്തിയാക്കുമെന്നാണ് SIT ആദ്യം പറഞ്ഞത്. അത് ഹൈക്കോടതിയിൽ 45 ദിവസം അനുവാദം ചോദിച്ചു. മൂന്നാമത്തെ പ്രാവശ്യം 60 ദിവസം അനുവാദം ചോദിച്ചത് 90 ദിവസം കഴിഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ടാണ് കുറ്റപത്രം സമർപ്പിക്കാത്തത് എന്ന ചോദ്യത്തിന് SIT ഉത്തരം പറയേണ്ടതല്ലേ? ആരാണ് SIT-യെ പുറകിലേക്ക് വലിക്കുന്നത്? ആരാണ് SIT-യെ നിയന്ത്രിക്കുന്നത്? SIT-യെ ഉപയോഗിച്ചുകൊണ്ട് SIT അന്വേഷണം അട്ടിമറിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ആരാണ്? അതറിയേണ്ടതല്ലേ? ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു, ഹൈക്കോടതി നിരീക്ഷണത്തിലാണ് SIT രൂപീകരിച്ചതെങ്കിലും അതിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെല്ലാം സംസ്ഥാന ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ളവരാണ്. പിണറായി വിജയൻ അദ്ദേഹം നിയന്ത്രിക്കുന്ന സംസ്ഥാന ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് എല്ലാവരും. ആ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ആഭ്യന്തര വകുപ്പ് നിയന്ത്രിക്കുകയാണ്, മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിയന്ത്രിക്കുകയാണ്. അവരോട് ചില ആളുകളെ അറസ്റ്റ് ചെയ്യേണ്ടതില്ല എന്ന് പറയുകയാണ്. അതുകൊണ്ടാണല്ലോ കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യാത്തത്. അതെന്താ? കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ ബന്ധമുണ്ട് എന്ന് പകൽ പോലെ വ്യക്തമായിട്ടുള്ള കാര്യമല്ലേ? ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലേക്ക് കടകംപള്ളി സുരേന്ദ്രൻ പോയിട്ടുണ്ട് എന്ന് എല്ലാവർക്കും അറിയില്ലേ? എന്തിനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലേക്ക് കടകംപള്ളി സുരേന്ദ്രൻ പോയത്? കടകംപള്ളിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് അത് ഇപ്പോഴത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയല്ല, അത് അന്നത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയ. അന്നത്തെ പോറ്റിയും ഇപ്പോഴത്തെ പോറ്റി തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇപ്പോഴത്തെ പോറ്റി ജയിലിലാണ്, അപ്പോഴത്തെ പോറ്റി കക്കുന്ന പോറ്റിയായിരുന്നു. അതല്ലേ വ്യത്യാസം? കേരളത്തിലെ എല്ലാ ഇത്തരം ആളുകളുടെ വീട്ടിൽ കടകംപള്ളി സുരേന്ദ്രൻ പോകുന്നുണ്ടോ? ശബരിമലയിൽ ഇതേപോലെ ഒരുപാട് ആളുകളുണ്ടല്ലോ, അവരുടെ എല്ലാവരുടെയും വീട്ടിൽ കടകംപള്ളി സുരേന്ദ്രൻ പോയിട്ടുണ്ടോ? എന്തിനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ മാത്രം കടകംപള്ളി സുരേന്ദ്രൻ പോയത്? പത്മകുമാറിന്റെ മൊഴിയുണ്ടല്ലോ, കടകംപള്ളി സുരേന്ദ്രനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തനിക്ക് പരിചയപ്പെടുത്തി തന്നത് എന്ന് ഈ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിന്റെ മൊഴിയുണ്ടല്ലോ. അപ്പോ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടനിലക്കാരനായി പ്രവർത്തിച്ചത്, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയപ്പെടുത്തിയത്, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമല കൊണ്ടുപോയി കാര്യങ്ങളെല്ലാം ചെയ്യിച്ചത് കടകംപള്ളി സുരേന്ദ്രനാണ് എന്ന് പകൽ പോലെ വ്യക്തമല്ലേ? SIT-ക്ക് സംബന്ധിച്ച് എല്ലാ തെളിവുകളും കിട്ടിയിട്ടില്ലേ? ആ തെളിവിന്റെ അടിസ്ഥാനത്തിലല്ലേ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തത്? എന്നെ കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യാൻ ഈ ഗവൺമെന്റ് തയ്യാറായില്ല, SIT തയ്യാറായില്ല. അന്നു മുതലാണ് ഈ അന്വേഷണം അട്ടിമറിക്കുന്നത്. കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്താൽ സ്വാഭാവികമായിട്ടും ഇന്നത്തെ ദേവസ്വം മന്ത്രിയും അറസ്റ്റ് ചെയ്യപ്പെടുമെന്നുള്ളതുകൊണ്ടാണ് SIT-യെ നിയന്ത്രിക്കാൻ പിണറായി വിജയന്റെ ഗവൺമെന്റ് തയ്യാറായത്. കടകംപള്ളി സുരേന്ദ്രൻ മാത്രമല്ല, എന്താ ആന്റോ ആന്റണിയെ ചോദ്യം ചെയ്തത്? അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യണ്ടേ? ഉണ്ണികൃഷ്ണൻ പോറ്റിയും ആന്റോ ആന്റണിയും അടൂർ പ്രകാശിനും എന്താ ബന്ധം? ഇനിയിപ്പോ ഞാനൊരു വാർത്ത കണ്ടു, ചെങ്ങന്നൂരിലെ ഒരു സ്വകാര്യ ബാങ്കിൽ നിന്ന് 2.5 കോടി രൂപ ഒരു സുപ്രഭാതത്തിൽ ആന്റോ ആന്റണി പിൻവലിച്ചു കൊണ്ടുപോയി പോലും. ഒരു MPക്ക് ഈ പണം എന്ന് ഇവിടുന്ന് കിട്ടി? ഒരു MPക്ക് എങ്ങനെയാണ് സ്വകാര്യ ബാങ്കിൽ പണം കിട്ടുന്നത്? എന്താണ് ആന്റോ ആന്റണിയും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി തമ്മിലുള്ള ബന്ധം? എന്താണ് അടൂർ പ്രകാശും ആന്റോ ആന്റണിയും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി തമ്മിലുള്ള ബന്ധം? ഇവരെയൊന്നും ചോദ്യം ചെയ്യാൻ ഇതേവരെ തയ്യാറായിട്ടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചത്, ഈ അന്വേഷണം അട്ടിമറിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്.